ഓക്കെ, എന്തൊക്കെയാ എല്ലാരും വിശേഷങ്ങള്? മഴയൊക്കെ ആയിട്ട് എങ്ങനെ പോകുന്നു? മഴ ഇന്ന് മഴയുണ്ട് ഇവിടെ. അതുണ്ടല്ലേ, കോഴിക്കോട് ആ ഭാഗത്തൊക്കെ അല്ലേ? ഓക്കെ. വീഡിയോ കുറച്ചു നേരം ഓഫ് ആക്കിയതാണ്. ഓക്കെ ഓക്കെ. ശരി. പിന്നെ എന്തൊക്കെയാ വേറെ? നമ്മള് എല്ലാവരും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തോ? നമ്മളെ ഡേറ്റ് കഴിഞ്ഞല്ലോ അല്ലേ? കഴിഞ്ഞു. ശരി. ഓക്കെ. പിന്നെ ഇനി നമ്മള് ഏതാ ഉള്ളത്? ഫായിലല്ലേ? കഴിഞ്ഞു. ഫായിലെടുക്കണം. ഇനി ഫായിലാണ് അല്ലേ? ഫായില് പറഞ്ഞ എന്താണെന്നറിയോ? ഫായിൽ അതാണ്. അതെ 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 ഫായിലാണ് പ്രവർത്തിക്കുന്നതാണ്. അതെ അതെ അതന്നെ. ഫിഇല് പറഞ്ഞ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ചെയ്യുന്ന ആളെ എന്ത് പറയാ? ഫായില്. അല്ലേ? ഫായില്. കുട്ടി ഓടി എന്ന് പറയുമ്പോ ഇവിടെ ഓടി എന്നുള്ളത് എന്താണ്? ഒരു പ്രവർത്തനാണ്, ഫിഇലാണ് അല്ലെ? കുട്ടി എന്നുള്ളത് ഫായിലും. കുട്ടി എന്നുള്ള ആരാണ് ആ പ്രവൃത്തി ചെയ്തത് അവരെന്നെയാണ് നമ്മൾ എന്ത് പറയാ? ഫാഇൽ എന്ന് പറയാം. അത്ര ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ആക്ടിവിറ്റീസും പിന്നെ അതിനോടൊപ്പം തന്നെ അതിൻ്റെയൊക്കെ കുറച്ച് ഗ്രാമറായിട്ട് നമ്മളവിടെ എന്തൊക്കെ പറയണം എന്നുള്ള വ്യാകരണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ആ പേജ് നമ്പർ എത്രയാണ്? 27. ഓക്കെ, പേജ് നമ്പർ 27 ആണ്. 27 അൽ ഫാഇൽ എന്ന് പറഞ്ഞിട്ട് പാഠഭാഗം കാണാം. അതിന് താഴെയായിട്ടാണ് 28ലാണ് അല്ലേ നമുക്കതിന്റെ എന്തുള്ളത്? ഖാഇദ കിടക്കുന്നത്. ഖാഇദ കിടക്കുന്നുണ്ട്. അതൊന്ന് വായിച്ചു നോക്കൂ. ആ ഖാഇദ ഒന്ന് വായിച്ചു നോക്കൂ. ഖാഇദ ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. അൽ ഫാഇലു പേജ് നമ്പർ 28ലാണ് കേട്ടോ ഖാഇദ കിടക്കുന്നത്. അൽ ഫാഇലു ഇസ്മ മർഫൂഉൻ തഖദ്ദമുഹു ഫിഇലൻ വദല്ല അല അല്ലദി ഫഅല ഫഇല എന്ന് പറഞ്ഞാൽ ഫാഇൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പ്രവൃത്തി ചെയ്യുന്ന അതെ, ഒരു ക്രിയക്ക് ശേഷം വരും അല്ലെ? ഹാദിഹി അൽ ഇസ്മു മർഫൂഉ. ഇസ്മു മർഫൂ എന്ന് പറഞ്ഞാല് അത് നമുക്ക് പിന്നെ പറയാം. ആദ്യം നമുക്ക് തഖദ്ദമോ ഫഇലൻ, അതെന്താണ്? ഒരു ക്രിയക്ക് ശേഷമാണ് ആ പദം, ആ ഒരു ഫാഇൽ വരിക. വദല്ല അല അല്ലദി ഫഅല ഫഇല. പേജ് നമ്പർ 28. അതായത് ഒരു ക്രിയക്ക് ശേഷമാണ് ആ ക്രിയ വരുന്നത്. ആ ക്രിയ ചെയ്തത് ആരാന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന പദമാണ് എന്ത്? ഫാഇൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, മർഫൂ എന്ന് പറയുന്നുണ്ട്. മർഫൂ എന്ന് പറയുന്നത് ഇസ്മ മർഫൂ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? നമ്മൾ ഇതുവരെ ഫത്തഹ്, കസ്ർ, ലൊമ്മ് എന്നാണല്ലോ പഠിച്ചത്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? അതിന് പകരം ഫത്തഹ് എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ടുള്ളതിലൊക്കെ നമ്മൾ ഈ ഗ്രാമറ്റിക്കൽ ആയിട്ട് പറയുമ്പോൾ ഫത്തഹിന് നെസ്ബ് എന്നാണ് പറയാ. എന്താണ് പറയാ? നെസ്ബ്. എഴുതി വെച്ചോളൂ കേട്ടോ, എഴുതി വെച്ചോളൂ. നെസ്ബ് എന്ന് പറയും. പക്ഷെ നമ്മൾ പറയുമ്പോ എന്താ പറയാ? മൻസൂബ് എന്നാണ് പറയാ. മൻസൂബ് സ്വാദാണ് കേട്ടോ. നെസ്ബ്, മൻസൂബ്. മൻസൂബായിരിക്കും, അതിന് മൻസൂബായിരിക്കും, അല്ലെങ്കിൽ മർഫൂ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇനി പറയുന്നത്. ഫത്തഹ്, കസ്ർ, ലൊമ്മ് എന്ന് നമ്മൾ അവിടെ പറയില്ല കേട്ടോ. ഇനി അങ്ങോട്ടുള്ള ചാപ്റ്ററിലൊക്കെ നെസ്ബ് എന്ന് പറഞ്ഞാൽ മൻസൂബ് ഫത്തഹിന് പറയുന്നതാണ് കേട്ടോ. ഫത്തഹിന് നമ്മൾ മൻസൂബ് എന്നാ പറയാ.
നെക്സ്റ്റ് ജർ എന്ന് പറയും. ജെറ് കിസറിന് എന്താ പറയാ? ജെറ്. അതിന് മജ്റൂർ എന്ന് പറയും. മജ്റൂർ എന്ന് പറയും. കിസറിന് മജ്റൂർ, ജെറ് മജ്റൂർ. ദെൻ ലൊമ്മിനാണ് നമ്മൾ എന്ത് പറയാ? റഫ് എന്നാണ് പറയാ. എന്താ പറയാ? റഫ്. അതിന് നമ്മൾ മർഫു എന്ന് പറയും. മർഫു എന്ന് പറയും. ഇവിടെ ഫായിലിന് എപ്പോഴും എന്തായിരിക്കും? മർഫു ആയിരിക്കും. അതായത് ഫായിൽ എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡിന് ലാസ്റ്റ് എപ്പോഴും എന്താ വരിക? ലൊമ്മ് അല്ലെ? ലൊമ്മ് എന്ന് പറയുന്നതിന് പകരം ഇവിടെ എന്താണ് ഉപയോഗിച്ചത്? മർഫു എന്നാണ് ഉപയോഗിച്ചത്. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മൾ അതന്നെയാവും കേട്ടോ, ആ ഒരു വേർഡ് തന്നെയാവും നമ്മൾ പറയാം. അപ്പൊ കൺഫ്യൂഷൻ ആവേണ്ട വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇസ്മ് ഫായിലിന് എപ്പോഴും എന്തായിരിക്കും? മർഫു ആയിരിക്കും. ഫായിലും കസറിനും ലൊമ്മിനും ഒക്കെ വേറെ പേര് നല്ല ഉദ്ദേശിച്ചത്. Yes, അതെ 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 അതെ. മനസ്സിലായല്ലോ അല്ലെ? ഇനി നമുക്ക് 27th പേജിലേക്ക് പോകുമ്പോൾ അതിന്റെ എക്സാമ്പിൾസ് ഉണ്ടല്ലോ, അത് നോക്കാം. അപ്പൊ ഒന്നും കൂടെ ക്ലിയർ ആവും. ഫസ്റ്റ് എന്താണ്? ത്വാറൽ ഉസ്ഫൂറു. ത്വാറൽ ഉസ്ഫൂറു എന്ന് പറയുമ്പോൾ ഇവിടെ ഫെയിൽ ഏതാണ്? അല്ലേ? ത്വാറ എന്ന് പറഞ്ഞാൽ ഉസ്ഫൂറു കുരുവി പറന്നു. അത് ഫെയില് മാലിയാണോ മുലാരിയാണോ അമ്രാണോ? ഓക്കെ ഓക്കെ. ഉസ്ഫൂറു എന്നാണ് വന്നത്. കണ്ടോ? ആ ഉസ്ഫൂർ എന്നുള്ളത് ഫായിലാണ്. ത്വാറ പറഞ്ഞാൽ പറന്നു. ആര് പറന്നു? കുരുവി പറന്നു. ഉസ്ഫൂറു എന്നാണ് കുരുവി എന്നാണ് കേട്ടോ. സ്പാരോ. ഓക്കെ. ഇവിടെ സ്പാരോ പറന്നു എന്ന് പറയുമ്പോൾ ത്വാറ എന്നുള്ള ഫെയിലാണ്. ആ പ്രവൃത്തി ആരാണോ ചെയ്തത് അതിനെയാണ് ഫായിൽ എന്ന് പറയുന്നത്. ഇവിടെ ആരാ പ്രവൃത്തി? പറന്നത് ആരാണ്? ഉസ്ഫൂറാണ്. റൂ അല്ലെ? അതിലൊരു ലാസ്റ്റ് കണ്ടു റൂ എന്നാണ് വന്നത്. ലാസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? മർഫു ആയിരിക്കും. അപ്പൊ ഫായില് കണ്ടെത്താനുള്ള ഒരു ടിപ്പാണ് എന്താ? ഫായിലിന് എപ്പോഴും ലാസ്റ്റ് ഹർക്കത്ത് എന്തായിരിക്കും? മർഫു ആയിരിക്കും. ഓക്കെ. ഇപ്പൊ നമുക്കിതൊന്ന് വേഗം കണ്ടെത്താൻ പറ്റും. പക്ഷെ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ വലിയൊരു സെന്റൻസ് ഒക്കെ ആവുമ്പോ നമുക്ക് ചിലപ്പോ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. നേരത്തെ പറഞ്ഞതിന് ശേഷം ഞാൻ കട്ടായി പോയി, എനിക്ക് റേഞ്ച് ഇല്ലാത്തതിനെ കൊണ്ട്. മർഫു എന്ന് പറയുമ്പോ ഏത് അർക്കത്ത് വരിക? ലൊമ്മാണ്. ലൊമ്മ മാത്രമേ ഉള്ളൂ. യെസ്. മൻസൂബ് എന്ന് പറയുമ്പോ നെസ്ബ് അല്ലെ? അത് ഫത്തഹും ജെറ് കിസറ് ട്ടോ. കസർ എന്താണ്? ജെറ് മജ്റൂർ എന്നും പറയും. പിന്നെ ലൊമ്മിനെ നമ്മൾ എന്ത് പറയാ? റഫ് മർഫു എന്നും പറയും. ഇനി അങ്ങോട്ടുള്ളതൊക്കെ നമ്മള് അങ്ങനെയാണ് പറയും. ഹർക്കത്തിനെ പറയുമ്പോൾ അതിന്റെ വേറൊരു പേരാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇതില് മർഫു മാത്രമേ ഉള്ളൂ അല്ലെ? മറ്റേ രണ്ടും അറിയില്ല. ഫായിലിന് എപ്പോഴും എന്താണ് വരിക? മർഫു ആയിരിക്കും. ഹർക്കത്ത് വരിക. ഓക്കെ. അപ്പൊ നമ്മൾ ഒരു പാരഗ്രാഫ് ഒക്കെ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ 2 ലൈനൊക്കെ ഉള്ള 2 സെന്റൻസ് ഒക്കെ ഉള്ളതെന്ന് തരുമ്പോ നമുക്ക് ചിലപ്പോ അതിന്റെ എന്ത് കിട്ടിക്കൊള്ളണമെന്നില്ല, ഫായിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ലാസ്റ്റ് ആദ്യം നമുക്ക് ഇസ്മാണോ നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം. ഫായിൽ അധികവും ഒരു 90% എന്താണ് വരിക? ഇസ്മായിരിക്കും കേട്ടോ. ഇസ്മായിരിക്കും. കാരണം ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളാവുമല്ലോ. ഒരു പേര് ഇസ്മ തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് തരുമ്പോ നമ്മൾ അതിന് നമ്മളെടുത്ത് എടുക്കാൻ പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യുക? ഇസ്മ നോക്കുക. ഇസ്മിന് എന്താണ് ലാസ്റ്റ് എന്താണോ വരുന്നത്? ലൊമ്മാണോ വരുന്നത്? മൻസൂബാണോ എന്താണ് വരുന്നത് നോക്കുക. മർഫു ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഫായിലായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ജറൽ ഹിസ്വാൻ. ഹിസ്വാനു. ജറൽ ഹിസ്വാനു. കുതിര ഓടി. ആദ്യം നമ്മൾ പറയേണ്ടത് എന്താണെന്നറിയോ? ജറ എന്നുള്ളത് എന്താണ്? ഇതിൽ ഏതാണ് ഫെയില് നോക്കുക. എന്നിട്ട് ആ ഫെയില് മാലിയാണോ മുലാരിയാണോ അമ്രാണോ നോക്കുക. അങ്ങനെ പറയും.
ആവുമ്പോ നമുക്ക് ആ ഒരു ഭാഗം ടച്ച് ഇട്ടതായിട്ട് തോന്നില്ല. പറയാം. ജറ എന്നുള്ള ഇവിടെ ഏതാണ് ഫിഇൽ ഏതാ? ഫിഇല് ജറ. ജറ എന്നുള്ളതാണ് ഫിഇല്. ജറ. ഓടി. മാലിയാണോ മുലാരിയാണോ? മാലി. മാലി. അതെ അതെ. ഇനി ഫായിൽ ഏതാ? ഫായിൽ ഏതാ? ഹിസാനു. ഹിസാനു എന്ന് പറയണം കേട്ടോ. കുതിര അല്ലെ, ഹോഴ്സ് എന്നുള്ളതാണ് ഇവിടെ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ലഇബൽ വലതു. കുട്ടി കളി. The കുട്ടി boy കളിച്ചു. played അല്ലെ. ഓക്കെ പറയൂ. രണ്ടാമത്തെ എന്നുള്ളത് കുറച്ച് കട്ടായിട്ടിരുന്നു. ഫേല്. രണ്ടാമത്തെ ഹിസാന് കുതിര, ജറാന്ന് ജറ ഓടി. ലഇബൽ വലതു. ലൈബ എന്നുള്ള ഫേലും വലത് എന്നുള്ള ഫായിലും. ഓക്കെ. ലൈബ എന്നുള്ളത് ഫെയിൽ, ഏത് ഫെയിലാന്ന് കൂടി പറയൂ കേട്ടോ. മുലാരിയായ ഫേൽ. മാലിയായ ഫേല്. ാണല്ലോ. ഓക്കെ. മാളിയാണ്. വലത് എന്നുള്ളത് എന്താണ്? ഫായില്. നെക്സ്റ്റ്. ഓക്കെ. യൗമു സമക്കു. മീൻ നീന്തുന്നു. ദ ഫിഷ് സ്വിംസ് എന്ന് പറയുമ്പോൾ പറയാം. യൗമു പറഞ്ഞാല് ഫേല്. മുലാരിയായ ഫേല്. സമക്കു എന്ന് പറഞ്ഞാല് ഫായില്. ഫേല് മുലാരിയ. സമക്കു എന്നുള്ളത് എന്താണ്? ഫായില്. ഓക്കെ. നെക്സ്റ്റ്. ഫായില്. ബൗലു. ബൗലു എന്ന് വെച്ചാൽ മോസ്കിറ്റോ ആണ് കേട്ടോ. കൊതുക്. യൽസഉ പറഞ്ഞാല് കടിക്കുക, ബൈറ്റ് ചെയ്യുക. മുലാരി. ബൗലു എന്ന് പറഞ്ഞ ഫായില്. കൊതുകോ എന്താ? കൊതുക്, മൊസ്കിറ്റോ. നെക്സ്റ്റ്. തഅക്കുലുൽ ബിന്തു. തഅക്കുലു പറഞ്ഞ എന്താ? കഴിച്ചു. എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ? തഅക്കുലു മുലാരിയായ ഫേല്. ബിന്തു എന്ന് പറഞ്ഞ ഫായില്. ഓക്കെ. മനസ്സിലാവണ്ടല്ലോ? ഓക്കെ. ഞാൻ ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. ഇല്ല. നെക്സ്റ്റ് നോക്കാം. അടുത്തത് ഇനി അതിലേതാണ്? അടുത്ത ഒരു ആക്ടിവിറ്റി ആണ് അല്ലെ. ആക്ടിവിറ്റി നോക്കൂട്ടോ. ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ. ആക്ടിവിറ്റി ഫസ്റ്റ് തംലീനും എന്താണ്? ഇസ്തഖ്റിജുൽ ഫായില്. ഫായിലിനെ കണ്ടെത്താനാണ്, പുറത്തു കൊണ്ടുവരാനാണ്. ഫായിൽ മിൻ കുല്ലി ജുംലി ഫിൽ ജുംലാത്തിയ. താഴെ തന്നിട്ടുള്ള കുറച്ച് ജുംല ഉണ്ട്, അതിൽ നിന്നും ഫായിൽ ഏതൊക്കെയെന്ന് കണ്ടെത്താനാണ്. ഫസ്റ്റ് പറയാം. സ്വാദിക്കു എന്ന് പറയുമ്പോൾ കോഴി കൂവി. എന്നാണ് മാലിയായ ഫീല്. ദീക്കും ഫായില്. മനസ്സിലായല്ലോ? ഓക്കെ. വഖഫ സൗറു എന്ന് പറഞ്ഞാൽ കാള നിന്നു. വഖഫ മാലി ഫീല്. സൗറ് പറഞ്ഞ ഫായില്. നെക്സ്റ്റ്. ബക്കത്തിഫ്ലു. കുട്ടി കരഞ്ഞു. ഫീല് മാലി തിഫ്ല് ഓക്കെ. ബക്ക ഫിഇല് മാളിയാണ്. അത്തിഫ്ല് എന്നുള്ളത് ഫായിലാണ്. നെക്സ്റ്റ്. ജാഅ ത്വബീബു. ഡോക്ടർ വന്നു. ജാഅ പറഞ്ഞാൽ ഫിഇല് മാളിയാണ്. ത്വബീബു എന്ന് പറയുമ്പോൾ ഫായിലാണ്. ലഇബൽ ഔലാദു. കുട്ടികൾ കളിച്ചു. ലഇബ എന്നുള്ളത് ഫിഇല് മാളിയാണ്. ഔലാദു എന്നുള്ളത് ഫായിലാണ്.
ലദ അൽ ഫുബാൻ ലദ എന്ന് പറയുമ്പോൾ എന്താണ് ബിറ്റിയ, അതായത് കടിക്കുക. ആര് കടിച്ചു? കൊത്തുക എന്ന് പറയല്ലോ. സുബാനു പാമ്പ്, പാമ്പ് കൊത്തി. ലദഗ ഫിഅല് മാദി മാതി ഫായില് ഓക്കെ. ലദ എന്ന് പറയുമ്പോൾ ഫെയില് മാവി, സുബാൻ ഫായില്. നെക്സ്റ്റ് ഇഷ്തഅൽ ആമിലു, തൊഴിലാളി ജോലി ചെയ്തു. ഇഷ്തഅല എന്ന് പറയുമ്പോൾ ജോലി ചെയ്തു. അമ്രല്ലേ? ഇഷ്തഅല ജോലി ചെയ്തു കേട്ടോ. ജോലി ചെയ്തു. ചെയ്താന്നോ? ഇഷ്ടകല കൽപ്പിക്കണ ഇതാണോ? അല്ലല്ല, ജോലി ചെയ്തു എന്നാണ്. അപ്പൊ എന്ന് പറയുമ്പോഴേ ഉള്ളൂ. ഇവിടെ ഇഷ്തഅല എന്നാണ്. ഇഷ്തഅല എന്നുള്ളൊരു വേർഡാണിത്. ഓക്കെ. ഇത് ഇനി അമ്രിലേക്ക് മാറുമ്പോ ഇഷ്തഅൽ എന്ന് പറയുള്ളൂ. ഓക്കെ. ഇഷ്തഅല എന്ന് പറയുന്നത് മാലിയായ ഫേലും ആമിലും എന്ന് പറഞ്ഞ ഫായില്. ഇഷ്തഅല ജോലി ചെയ്തു. മാളിയാണ് കേട്ടോ. ഇഷ്തഅല ഫെയില് മാളി. അൽ ആമിലു എന്ന് പറയുമ്പോൾ ഫായില് മർഫൂ എന്നും കൂടി ഒന്നുകൂടെ ആഡ് ചെയ്തോളൂ കേട്ടോ. ഫായില് മർഫൂ എന്ന് പറയാം കേട്ടോ. ആവുമ്പോ ഒന്നുകൂടെ ഇനി അടുത്ത് നമുക്ക് വ്യാകരണം വിശദീകരിക്കാനൊക്കെ ഉണ്ടാവും. ഓരോ വേർഡ്സ് എന്നിട്ട് ഇതേപോലെ നമ്മൾ പറയേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഹർക്കത്ത് കൂടെ വെളിവാക്കേണ്ടി വരും. അപ്പൊ നമുക്കത് പറഞ്ഞ് ശീലിക്കാം. അങ്ങനെ പറയണം കേട്ടോ. അടുത്തത് ഫല്ലാഹ്. സറഅ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്തു. ഫല്ലാഹ് പറഞ്ഞോക്കൂ. അതെ അതന്നെ, അങ്ങനെ തന്നെ. സറഅ എന്ന് പറയുമ്പോൾ ഫെയില് മാളി, അൽ ഫല്ലാഹു എന്ന് പറയുമ്പോൾ ഫായില് മർഫു ആണ്. നെക്സ്റ്റ് ഹളറൽ ആഇബു. ഹളറ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്റ് ആയി. ആര്? ആഇബ് എന്ന് പറഞ്ഞാൽ എത്താത്ത ആള് എന്ന് പറയല്ലോ. ആബ്സെന്റ് പേഴ്സൺ അറൈവ്ഡ്. ദ ആബ്സെന്റ് പേഴ്സൺ അറൈവ്ഡ് എന്നാണ്. ഹലറ ഫേലു മാലി. വായിബ് പറഞ്ഞാല് ഫായില് മർഫൂ. ഓക്കെ. നെക്സ്റ്റ് അടുത്ത തമ്രീൻ എന്താണ്? ഒന്ന് വായിച്ചു നോക്കൂ. ആബ്സെന്റ് പേഴ്സൺ. നെക്സ്റ്റ് ഫായിലിനെ എന്താണ് ചേർക്കാനാ പറയുന്നത്. കുല്ലി ഫെയിലി മിനൽ അഫ്ആലില്ലാത്തിയ. താഴെ കുറച്ച് ഫെയില് തന്നിട്ടുണ്ട്. ആ ഫെയിലിൽ എന്ത് ചെയ്യാനാണ്? ഒരു ഫായിലിനെ ആഡ് ചെയ്യുക. ഓക്കെ. ഫസ്റ്റത്തെ വേർഡ് ഏതാണ്? ഞബഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാർക്കിഡ് കൊരക്ക, കുരച്ചു എന്ന് പറയുമ്പോ അവിടെ എന്താ നമുക്ക് ആഡ് ചെയ്യാം? അന്നെങ്ങനെ പറയാം? നബഹൽ കൽബു എന്ന് പറയണം അല്ലെ? മർഫു ആണല്ലോ. നബഹൽ കൽബു. ഓക്കെ. നെക്സ്റ്റ് അടുത്ത ഏതാ? എൽഹഖ് എന്ന് പറഞ്ഞാൽ എന്താ? ചിരിക്കുക അല്ലെ? ചിരിക്കുന്നു എന്നാണ്. ബിന്തു പറ്റില്ല. അപ്പൊ തൽഹഖു എന്ന് കൊടുക്കണ്ടേ നമ്മള്? മുലാരിയാവൂലേ? അതെ. അപ്പൊ
വലതു എന്ന് കൊടുക്കാം. തിഫ്ലു ആണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പൊ എല്ലാരും വരും. തിഫ്ലു എന്ന് കൊടുക്കാം, വലതു എന്ന് കൊടുക്കാം. അടുത്തത് കരയുന്നു അല്ലെ, എബിക്കി എന്നല്ലേ നെക്സ്റ്റ്. يبكي കരയുന്നു എന്താ കൊടുക്ക? വലത് طفل എബിക്കി അല്ലെങ്കിൽ എബിക്കി അൽ വലതു അല്ലെങ്കിൽ എബിക്കി അൽ തിഫ്ലു. എബിക്കി പറഞ്ഞാൽ കരയുന്നു, കരയുന്നു. ടിഫ്ലിന്റെ അർത്ഥം എന്താ മിസ് പറഞ്ഞേ? തിഫ്ലു പറഞ്ഞാൽ കുട്ടി. കുട്ടിയല്ലേ? ഉം. അവിടെ മുഅന്നസ മുസക്കറോ ഒന്നുമില്ല, ഒരു കുട്ടി എന്നുള്ളൊരു ഇത് മാത്രമേ വരുള്ളൂ. കിഡ് എന്ന് പറയണേ. ഓക്കെ. ചൈൽഡ് എന്നുള്ള മീനിങ് വരുമല്ലോ. നെക്സ്റ്റ് എന്താ? നെത്വഹ. നെത്വഹ എന്ന് പറഞ്ഞാൽ കുത്തി എന്നാണ് മീനിങ്. കുത്തി, കുത്തിനോ? കുത്തുക. മോസ്കിറ്റോന്റെ സൗബാന് പറ്റും, ബൗളല്ലേ പറഞ്ഞത്. ബൗള് പറ്റും, സൗറ് പറ്റും, കാള. സൗറ് പറഞ്ഞാൽ കാള, അതും പറ്റും. നെത്തഹൽ സൗറു, നെത്തഹൽ ബൗളു, നെത്തഹൽ എന്താ വെച്ചാ പറ്റും. കുത്തി എന്നുള്ള മീനിങ് വരുമ്പോ. നെക്സ്റ്റ് എന്താ? അടുത്ത എന്താ? പറ്റുമോ? വെള്ളം കുടിച്ചു എന്നാണല്ലോ. ആ പ്രവൃത്തി ചെയ്യുന്ന ഒരാളല്ലേ വേണ്ടത്. റജുലു റജുലു. യശ്റബുൽ റജുലു. അടുത്ത എന്താ? ഓർത്തസ എന്ന് പറഞ്ഞ എന്താ? തുമ്മുക. നീസിയ, തുമ്മുക. അതെ, തുമ്മുക. എങ്ങനെ കൊടുക്കാം? രോഗിക്ക് എന്താ പറയാ? രോഗിക്ക് അപ്പൊ എങ്ങനെ കൊടുക്കാം? മരിയലു ഓർത്തസൽ മരീലു. രോഗി തുമ്മി. മുത്തച്ഛന്റെ മീനിങ് ഏത്? സ്നീസിയ, സ്നീസ്ഡ്. യാത്ര ട്രാവൽഡ് എന്നാണ് അല്ലേ? ആര്? മുസാഫിറു. ഓക്കെ, യാത്രക്കാരൻ. യാത്രക്കാരൻ യാത്ര ചെയ്തു. സാഫറൽ മുസാഫിറു. ഉമ്മൂന്നൊക്കെ കൊടുത്തൂടല്ലേ? സാഫറൽ ഉമ്മു, സാഫറ താജിറു അല്ലെ? താജിറു പറഞ്ഞ മെർച്ചന്റ്, അതും പറ്റും. യർക്കബ് പറഞ്ഞെന്താ? കയറുക. കയറുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താ കൊടുക്കാം? കയറുക. സോറി പായിലല്ലേ ചെയ്യുന്ന ഒരാള് വേണ്ട. അതായത് ജോലിക്കാരൻ അല്ലെ? ആമില് പറഞ്ഞ ജോലിക്കാരൻ. ആമില് പറഞ്ഞ ജോലിക്കാരൻ. യർക്കബ് പറഞ്ഞ കയറുക. അടപ്പ ഇറക്കബ് തിഫ്ലു എന്നൊക്കെ കൊടുത്തൂടെ നമുക്ക്? തിഫ്ലു കൊടുക്കാം, വലതുന്ന് കൊടുക്കാം, ബിന്തുന്ന് കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. എന്താ അവിടെ ഉണ്ടാവില്ലല്ലോ മിസ്സേ. തർക്ക പോകുമ്പാണ് ബിന്തു.
ഇതില് Next. ഇതിന്റെ തൊട്ട മോളുള്ള ഒന്നാമത്തേതില് എല്ലാം വേർതിരിച്ച് എഴുതാനാ പറഞ്ഞേ. അതെ അതെ. തന്ദീമിനകത്ത് വന്നു. ആ അതിൽ ഏതാ ഫായിലെന്ന് കണ്ടെത്താനായിരുന്നു. നെക്സ്റ്റ് തംറീൻ 3 അല്ലേ? ഒന്ന് വായിച്ചു നോക്കൂ. ലഅൽ അസ്മാഅ അൽ ആതിയത ഫിൽ ജുമഇ ബിഹൈസു യകൂനു കുല്ലു വാഹിദിൻ മിൻഹാ ഫാഇലൻ. താഴെ കൊടുത്തിരിക്കുന്ന നാമങ്ങൾ അല്ലെ, കുറച്ച് നാമങ്ങൾ ഉണ്ട്. അതിലെന്ത് ചെയ്യാം, അതിൽ ഓരോന്നും ഫായിലായി വരുന്ന വിധത്തിൽ ഓരോ വാക്യം ഉണ്ടാക്കാനാ പറയുന്നത്. കുറച്ച് ഫായിലാണ് തന്നിട്ടുള്ളത്, അതിന് എന്ത് ചെയ്യാനാ, വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാനാ പറയുന്നത്. ഫസ്റ്റ് എന്തായിരുന്നു? തിൽമീദു. തിൽമീദു. എന്താണ്? വിദ്യാർത്ഥി. ഒന്ന് എന്താ അവിടെ കൊടുക്കുക? ഒരു വിദ്യാർത്ഥി. നമുക്ക് എന്താ കൊടുക്കാം? പഠിക്കുക അല്ലെ? പറ്റും. യദ്റുസു തിൽമീദു വരും അല്ലേ? ഹറജ എന്ന് പറഞ്ഞാൽ പോവാന്നല്ലേ? ഖറജ തിൽമീദു പറ്റും. കതബൽ തിൽമീദു ദർസ, കുട്ടി വിദ്യാർത്ഥി പാഠം എഴുതി ഒക്കെ പറ്റും. മാക്സിമം ഒരു 3 എടുക്കാൻ നോക്കുക. എങ്ങനെ? ഒരു 3 വേർഡ്സ് എങ്കിലും വന്നോട്ടെ. കുട്ടി പാഠം എഴുതി എന്ന് പറയുമ്പോ 3 വന്നല്ലോ. ഹറജ തിൽമീദ് ഫിൽ മദ്രസത്തി, അങ്ങനെ ഇതില്ലേ? പറ്റും അതും പറ്റും. ഹറജ തിൽമീദു ഫിൽ മദ്രസത്തി. നെക്സ്റ്റ് അടുത്ത ഏതാ? സാലബ് പറഞ്ഞ എന്താ? കുറുക്കൻ. ആ എന്താ പറയാ? എങ്ങോട്ടാ ഓടിയത്? കാട്ടിലേക്ക്. കാടിനെന്താ പറയാ? കാട്ടിന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എങ്ങനെ? ഇലൽ ഇങ്ങനെ കേട്ടില്ല. ജറ അസ്സഅലബു ഇലൽ അബ, കാട്ടിലേക്ക് ഓടി. കാട്ടിനെന്താ പറയാ? ലാബ അല്ലേ? ഇതിങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റുമോ? പറ്റും. എന്താവണം? സാലബു എന്നാവണം. ജറ അങ്ങനെ പോയി എന്നല്ലേ? ജറാന്നല്ലേ? അയിനല്ലേ? കുത്തില്ലാത്ത യാ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഏതാണ്? അടുത്തത് ഏതാ? പറഞ്ഞോളൂ. അവിടെ യഷ്റബ് മതി. ആവുമ്പോ യഷ്റബു അല്ലേ? കുടിക്കുക. യഷ്റബു റജുലു ജലസർ റജുലു അല കുർസി, അങ്ങനെയൊക്കെ പറ്റും. യശ്റബു റജുലു അൽമാഅ എന്ന് പറഞ്ഞേ. ഓക്കെ, നെക്സ്റ്റ് എന്താ? അടുത്ത എന്താ? നംല്. നംല് എന്ന് പറഞ്ഞാല് തേനീച്ച. എങ്ങനെ പറയാ? ജറത് സഫീനത്തു ഇലൽ ബഹ്രി.
ഉം. ഒഴുകുന്നതിന് എന്താ പറയാ? ഇവിടെ ഓടി എന്നുള്ളതിനേക്കാൾ നല്ലത് ഒഴുകുക. സഞ്ചരിക്കുന്നതാവും അല്ലേ? സാറത്ത് സാറത്ത് എന്ന് മതി. അതാവും എങ്ങനെ ചാ സാറത്ത്. ഇവിടെ സാറത്ത് എന്ന് പറയാൻ കാരണം എന്താ? സഫീനത്ത് അതെ. ഇലൽ ബഹ്രീന ഫിൽ ബഹ്രി ഒരു കപ്പൽ അല്ലെങ്കിൽ കപ്പൽ കടലിലൂടെ സഞ്ചരിച്ചു എന്നാണ് ഫിൽ ബഹ്രി. അല്ല, കടലിന്റെ മുകളിൽ കൂടി അങ്ങനെ അറിയില്ല. അല്ല, പറ്റൂലല്ലേ? അല്ല, ഫിൽ ബഹ്രി എന്ന് മതി. സഫീനത്തു സാറത്ത് സഫീനത്തു ഫിൽ ബഹ്രി. നെക്സ്റ്റ് അടുത്ത ഏതാണ്? ഞമ്ല് അല്ലെ? ഞമ്ല് പറഞ്ഞ എന്താ? തേനീച്ച. ഉറുമ്പ്. ഓക്കെ. എങ്ങനെ കടിക്കുന്ന എന്താ പറയാ? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുത്തുക എന്നൊക്കെ പറഞ്ഞില്ലേ? റജിലല്ല, കാല് വരൂലേ? യതി പറ്റൂലേ? കാലിലെന്ത് ഒക്കെ മറന്നു വന്നിട്ട്. ലദഗൻ നംലു ലദഗൻ നംലു എന്നല്ല വരിക. രീജില് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാനേക്കാൾ നല്ലത് അത് പറ്റൂട്ടോ. നടക്കുക എന്നുള്ളതിന് എന്താ പറയാ? നടക്കുക. മഷന്നമ്ലു വരി വരിയായിട്ട് ഫിസൊഫി നിരയായി നടക്കുന്നു, നടന്നു. മഷ അല്ലെങ്കിൽ യംഷി എന്ന് കൊടുക്കാം. അത് വേണമെങ്കിൽ നമുക്ക് മുള്ളാരിയാക്കാം. യംഷി. ഫിസൊഫി. അതെ. മഷയോ അല്ലെങ്കിൽ യംഷിന്നമ്ലു ഫിസൊഫി അല്ലെങ്കിൽ മഷന്നമ്ലു ഫിസൊഫി. അല്ല, സൊഫ് എന്ന് മതി കേട്ടോ. സൊഫ്. സൊഫ് എന്ന് പറയുമ്പോ ഫാന് ലാസ്റ്റ് ഒരു ഷെദ് ഇട്ട് കൊടുക്കണേ. സൊഫ് ഷെദ് വേണേ. കയ്യിന്റെ മുകളിൽ അലലിയത് അതും പറ്റും. നമ്മള് നേരത്തെ ആ മൊസ്കിറ്റോന്റെ എടുത്താൽ മതി കേട്ടോ. അതാകുമ്പോ ഒന്നും കൂടെ അതിന് മാച്ച് ആവും. ബൗളിന്റെ എടുത്തില്ല നമ്മള്. അതിലെന്താ നമ്മള് പറഞ്ഞത്? കടിക്കുന്നുള്ളതിന് ലത പറയുമ്പോ കൊത്തി എന്നുള്ള മീനിങ് ആണ്. ലത എന്ന് പറയുമ്പോ കൊത്തുക എന്നുള്ള മീനിങ് അല്ലേ? പാമ്പ് കൊത്തി എന്ന് പറയാനാണ് നമ്മളത് യൂസ് ചെയ്തത്. കടിക്കുക. യൽസഉന്നംലു അലൽ യദി അല്ലെങ്കിൽ അലൽ റിജ്ലി. അലൽ യദി എന്ന് പറയുന്നല്ലേ ലാസ്റ്റ്? യദാന്നാണ് ശരിക്കും വരിക. യദാന്നാണ് വരിക അല്ലെങ്കിൽ യദ. അടുത്തത് ഏതാണ്? ഓക്കെ. നെഹ്ല് എന്ന് പറയുമ്പോ അസൽ. എങ്ങനെ ഒന്നുകൂടി പറയോ? തജ്മഉൽ നഹ്ലത്തു കൂടി ഫിൽ അസൽ അല്ലേ? തേനിന്റെ കൂടെ. ഓക്കെ. തജ്മ എന്ന് പറഞ്ഞാല് കൂടെ ഒരുമിച്ച് കൂടുക അല്ലേ? അതല്ല ഉദ്ദേശിച്ചത്. അതെ അതെ. തജ്മഉൽ നഹ്ല ഫി അസ്ലി. അസ്ലി പറയുമ്പോ ജ്യൂസ് എന്നുള്ള മീനിങ് ആണല്ലേ? തേന് എന്നുള്ള ജ്യൂസ് ആണ് മീനിങ്. അതായത് നമ്മൾ പൂവിൽ നിന്ന് എടുക്കുമല്ലോ അതിന്റെ ജ്യൂസ്. ആ ഒരു തേൻ. അതാണ് ഉദ്ദേശിച്ചത്. അലൽ വർദത്തു
ഓക്കെ, അതും പറ്റും. തജ്മഉൽ നിഹ്ലത്തു അലൽ വർദ, അതും പറ്റും. ഒരുമിച്ച് കൂടുക അല്ലെ. തജ്മഉ ഒരുമിച്ച് കൂടുന്നു എന്നുള്ള മീനിങ് ആണ്. അടുത്തത് ഏതാണ്? സേവനം ചെയ്യുന്ന ആളല്ലേ. വൃത്തിയാക്കുക എന്നുള്ള എന്താ മീനിങ്? വൃത്തിയാക്കുക. നളഫ. എന്ത്? റൂം വൃത്തിയാക്കി. നളഫ അൽ ഖാദിമു മസ്ജിദ്. റൂമിന് എന്തേനും മറന്നുപോയി. മസ്ജിദ് പറ്റും. അതുപോലെ റൂമിന് ഉർഫത്ത്. ഉർഫത്ത്. നളഫൽ ഖാദിമു ഫിൽ മസ്ജിദ് എന്ന് പറ്റും. നളഫൽ ഖാദിമു ഫിൽ ഉർഫത്ത്. ഉർഫത്താന്ന് പറഞ്ഞു കേട്ടോ. ഉർഫത്ത. കഴിഞ്ഞു അല്ല, ഇനി ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ. ജുന്തിനാണ് മെയിൻ കേട്ടോ. ജുന്തി എന്ന് പറഞ്ഞാൽ ഇവിടെ സോൾജിയർ, പട്ടാളക്കാരനുണ്ടല്ലോ. പട്ടാളക്കാരൻ വാതിൽ കാത്തു, എങ്ങനെ പറയാ? പട്ടാളക്കാരൻ ദ സോൾജിയർ ഗാർഡഡ് ദ ഗേറ്റ്. ഹറസാനാണ് ഹറസ യഹ്റുസു. ഓക്കെ, മുന്നാടിയാണെങ്കിൽ ഹറസ അത് കാത്തു എന്നാണ്. രണ്ടും പറ്റും. വാതിൽ കാക്കുന്നു എന്നുള്ളതിന് നമുക്ക് പറ്റും. ജുന്ദു അൽ ബാബ. യെസ്, ബാബ എന്ന് വരണം. ഹർസൽ ജുന്ദി അൽ ബാബ. നെക്സ്റ്റ് അടുത്ത എന്തായിരുന്നു? ഉണ്ടോ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് തമ്മിൽ എന്താണ്? വായിച്ചു നോക്കൂ. قوم من الكلمات الآتية جملة مؤنثة من فعل فاعل له. താഴെ എന്താ തന്നിട്ടുള്ളത്? കുറച്ച് വാക്കുകള് തന്നിട്ടുണ്ട് അല്ലെ. അത് ആ വാക്കിൽ തന്നെ താഴെ കുറച്ച് വാക്കുകൾ ഉപയോഗിച്ച് ക്രിയയും അതിന് യോജിച്ച ഫായിലും ഉൾപ്പെടുന്ന വാക്യം. അതായത് പുറത്തുനിന്നൊന്നും വരരുത്, ഒക്കെ അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, നോക്കാം. ഓരോന്നിന്റെയും മീനിങ് പറഞ്ഞു തരട്ടെ. ഓരോന്ന് ചോദിക്കൂ. സ്വഹല അല്ലെ, അല്ല ഫസ്റ്റത്തെ സ്വഹല എന്ന് പറഞ്ഞ കുതിരയുടെ ശബ്ദം കേട്ടോ. കുതിരയുടെ ഹോഴ്സിന്റെ ആ സൗണ്ടിന് സ്വഹല എന്നാണ് പറയാ. കുത്തി. അത്തിൽമീദ് പറഞ്ഞ കുട്ടിയല്ലേ? സ്റ്റുഡന്റ് ആണ് കേട്ടോ. സ്റ്റുഡന്റ്, വിദ്യാർത്ഥി. അതെ. മല അൽ ജമൽ എന്ന് പറഞ്ഞ മല അല്ലേ? ഒട്ടകം. ട്രേഡർ, വ്യാപാരി. ഷെക്ക എന്ന് പറഞ്ഞാൽ പരാതി പറയുക, പരാതിപ്പെട്ടു, കംപ്ലൈന്റ് ചെയ്യാന്ന് അറിയാലോ. പരാതി പറഞ്ഞു, പരാതിപ്പെട്ടു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സോൾഡ് ചെയ്യാൻ, വിറ്റു.
ഒഴുകുന്നതിന് നെക്സ്റ്റ് എന്തേ മിച്ചറിയാ? ഒഴുകുന്നതിന് എന്തേ പറഞ്ഞ? ഒഴുകുക, അതെവിടെ പറഞ്ഞു? അല്ല അതിന് മുമ്പ് വെള്ളത്തിന്റെ മുകളിൽ കൂടി ഒഴുകാന്ന് എന്താ പറഞ്ഞില്ലേ? സഞ്ചരിക്കുക എന്ന് പറഞ്ഞില്ലേ? സഫീനത്തിന്റെ ആണോ? സഫീനത്താണോ? ബാനോട് ബാൻ സാമ്യമുള്ള എന്തോ ഒരു വേർഡ് മുന്നേ പറഞ്ഞല്ലോ. ഷാറ ബാറ സഫീനത്തു സാറത്തല്ലേ പറഞ്ഞത്? സാറത്തു സഫീന. സ്വാർ സാറത്തു അത് സഫീന. അല്ല, സാറ സാറ സ്വാറല്ല സാറയാണ് സാറല്ല സാറത്ത്. സാറ. ഉം. നിസു. നെക്സ്റ്റ് ബറക്ക അല്ലേ? ബറക്കയല്ലേ? ബറക്ക. അല്ല, ലാബ് എന്ന് പറഞ്ഞ എന്തേ മിസ്സേ? ഉം. ആബ് എന്ന് പറഞ്ഞ എന്തേ മിസ് പറഞ്ഞിനെ? ആബ് ജറാത്തിൽ താലബു ഇലൽ ഉം. ഇലൽ ആബ് എന്താ കാട്. വേർഡ് പറഞ്ഞു? ആപത്ത്, ആ? കാട്. കാട് കാട്. ഈ ബാ വന്നപ്പോ എനിക്ക് അതിന്റെ ഒരു ഓക്കെ. നെക്സ്റ്റ് ബറക്ക, മുട്ടുകുത്തി ഇരുന്നു കേട്ടോ. ബറക്ക എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തി ഇരുന്നു. അതായത് നമ്മൾ ഒട്ടകം മുട്ടുകുത്തുക എന്നൊക്കെ പറയുമല്ലോ, അതേ ഒരു ഇതാണ് ഇവിടെ. നെക്സ്റ്റ് എന്താ? മരീൽ. ഏഷ്യൻ. എന്താ ഉറൂഫ്. മരിയൽ എന്താ? ആണ് കേട്ടോ. ഹറൂഫ്. രോഗി. ഹറൂഫു ആണ്. ഖറൂഫ്. ഹറൂഫു എന്നാണ്. ഷീപ്പ്, ചെമ്മരിയാടിന് പറയുന്ന പേരാട്ടോ. ഷീപ്പ് അല്ല, ലാമ്പ് അല്ല അല്ലെ? ചെമ്മരിയാട് എന്ന് പറയുമ്പോ ലാമ്പ് അല്ലേ വരിക? ലാമ്പ്. ഹറൂഫു, ചെമ്മരിയാട്. സൗണ്ട് റിസ്വാനും അറിയാലോ അല്ലെ? ഒട്ടകം. റിസ്വാൻ കുതിര. ഹോഴ്സ് ആണ്. ഹോഴ്സ്. ഹഫിള. ഹഫിള പറഞ്ഞാൽ മെമ്മറൈസ്ഡ്, മനഃപ്പാഠമാക്കുക എന്ന് പറയാലോ. ഇതെല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യണം? നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണം. പറ്റുമോ? ഇത് തന്നെ എടുത്തിട്ടാ? പറ്റും. ഇത് തന്നെ എടുക്കണം. ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേ? എന്താ ഇനി മീനിങ് പറഞ്ഞേ ഞാന്? കുതിരയുടെ ശബ്ദം. എങ്ങനെയാ അവിടെ സ്വഹലക്ക് തിൽമീദു. തിൽമീദ് കുതിരയുടെ ശബ്ദല്ലേ? ശബ്ദം ഉണ്ടാക്കുക വിദ്യാർത്ഥി. ശബ്ദം. സഹലൽ ഹിസാനു. ഹിസാനു. അപ്പോ ഹറൂഫു. ഹറൂഫോ റൂഫോ എന്തേനി? ഹറൂഫ് അല്ലേ? ലാമ്പ്. ജമല് പറ്റൂലേ? നത്തഹൽ ജമല് പറ്റും. അതിന് പറ്റിയ വേറൊരു വേർഡ് അവിടെ വരുന്നുണ്ടല്ലോ, ബറക്കൽ ജമലു. ജമല് എന്നുള്ളതിന് പറ്റിയത് വേറെ വേർഡ് അവിടെ വരുന്നുണ്ട്. വേണമെങ്കിൽ എടുക്കാം. ഇനി അത് ഇല്ലാത്ത പക്ഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് ലാമ്പാണ്. ഹറൂഫ് ഹറൂഫ് മതി. ഹറൂഫ് ഓക്കെ. നെക്സ്റ്റ് ഓക്കെ. ഹഫിളത്തിൽ മീസു പറ്റും. ഹഫിളത്തിൽ മീസു. അടുത്തത് ഷക്ക. ഷക്ക പറഞ്ഞ പരാതി പറയുക. ആരാ പരാതി പറഞ്ഞു? അതിനെന്നെ ഉണ്ട്. കച്ചവടക്കാരൻ. താജിറിനേക്കാൾ അത് നമുക്ക് ബായിലേക്ക് ഇട്ട് കൊടുക്കാം. സോൾഡ് ചെയ്യാന്നുള്ളത്. ഷക്കൽ മരിയോ. കംപ്ലീറ്റ് ആയല്ലോ അല്ലെ?
ജമലിന്റെ നമ്മൾ പറഞ്ഞോ? ഇല്ല ബറക്കൽ ജമലു. വന്നില്ലല്ലോ ബറക്ക എന്നുള്ളതിന്റെ. ആ ബറക്കൽ അതില് ബറക്കൽ ജമലു. ആ നമ്മളിവിടെ ജമല് ഇല്ലല്ലോ, ആ ഒരു വേർഡ് ഇല്ലല്ലോ. അപ്പൊ നമുക്ക് നമുക്ക് ഉണ്ട് ജമലുണ്ട്. അപ്പൊ ബറക്കൽ ജമലു പറ്റൂലേ? ഓക്കെ, ബറക്കൽ ജമലു. ബറക്കൽ ജമലു. ഫുള്ള് കഴിഞ്ഞു. കഴിഞ്ഞു. ഇനി 5th തമ്രീനാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. 5th, 6th, 7th, 8th ഒക്കെ ഉണ്ട് അല്ലേ? അപ്പൊ ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിനെ കുറിച്ചിട്ട് ഇതൊന്നുകൂടി പറയും. സഹലൽ ഹിസാനു നതുഅൽ ഖറൂഫു പിന്നെ ഖഫിളൽ തിൽമീദു ഒരാള് എഴുതിയത് പറഞ്ഞു. ബറക്കൽ ജമലു പിന്നെ ഷക്കൽ മരിയലു മരീലു. ബറക്കൽ ജമലു. ഓക്കെ ഓക്കെ, കിട്ടിയല്ലോ അല്ലേ? ഇൻഷാല്ലാ നമുക്ക് ഇന്ന് ഇതുവരെ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എടുത്ത് അടുത്ത പാഠഭാഗത്തേക്ക് കടക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇത് ഇന്നത്തെ നമ്മള് ചാപ്റ്റർ ഫായിലാണ് അല്ലെ? ഫായിൽ എന്തായിരിക്കും? എപ്പോഴും എന്തായിരിക്കും? മർഫു ആയിരിക്കും. മർഫു എന്നാണ് നമ്മള് അതിന്റെ വ്യാകരണം വിവരിക്കുമ്പോ പറയേണ്ടത്. ഫായില് മർഫു. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മരീലു എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാ മീനിങ്? രോഗി 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 ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ ഇനി ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. സഫറ മിസ് എവിടെ? നാട്ടിലെവിടെയാണ്? താമരശ്ശേരി. 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 അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി ശരി. ലീവ് എത്ര ഉണ്ട്? നാട്ടിൽ വന്നില്ല, 10ാം തീയതിയാണ്. നാട്ടില് 2 മാസം. പിന്നെ എന്നാ ഇൻഷാല്ലാ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. പേഴ്സണൽ ആയിട്ടോ ആയിട്ടോ. ഓക്കെ ഇൻഷാല്ലാ. ശുക്രൻ ജസാക്കല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ അമ്മ